അസ്സലാമു അലൈക്കും. എന്താണ് സുഖല്ലേ? മക്കത്താണുള്ളത്. മക്കത്ത് ചെറിയൊരു സിയാറത്ത് പോയോക്കാം. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാട്ടോ. ദുൽഹിജ്ജ മാസം പിറന്നിരിക്കുന്നു. അതായത് പരിശുദ്ധമായ ഹജ്ജ് ചെയ്യുന്ന മാസം. ഹജ്ജിന് വന്ന ഹാജിമാരെ കൊണ്ട് ഹജ്ജ് കർമ്മത്തിന് മുമ്പ് ഒരു യാത്ര പോവുകയാണ്. ഹാജിമാർക്ക് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, കൂടെ ഒരു ഉംറയും ചെയ്യുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. സമയം രാവിലെ 7 മണി കഴിഞ്ഞിരിക്കുന്നു. ശാന്തമായ ഒരു മക്ക നഗരം. ഹജ്ജ് കർമ്മത്തിനുള്ള ഹാജിമാരൊക്കെ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഞാനിന്ന് കൊണ്ടുപോകുന്ന ഹാജിമാരൊക്കെ ആദ്യ ബാച്ചിൽ മക്കയിലെത്തിയവരാണ്. ഹറമിലെ ക്ലോക്ക് ടവറിനുള്ളിലാണ് എൻ്റെ ഹാജിമാരുടെ താമസം. അവർക്ക് യാത്രയ്ക്കുള്ള ഞങ്ങളുടെ വാഹനം റെഡിയായിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളും കാണാനുള്ള ആകാംക്ഷയിലാണ് മലയാളികളായ എൻ്റെ ഹാജിമാർ. ഇന്ന് ഒരു സെക്കൻഡ് ഡ്രൈവർ മാത്രമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇന്ന് ഞങ്ങളുടെ വാഹനം നിയന്ത്രിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകനും മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കാരനുമായ മിസ്റ്റർ ഷാനവാസാണ്. ബസ് മേഖലയിൽ തൻ്റേതായ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് മിസ്റ്റർ ഷാനവാസ്. യാത്രയിലെ ആദ്യ കാഴ്ചയാണ് പരിശുദ്ധമായ സൗർ ഗുഹ നിലകൊള്ളുന്ന ജബൽ സൗർ. വാഹനത്തിൽ നിന്നിറങ്ങിയ ഹാജിമാർക്ക് സൗറുമല കാണിക്കലും ചരിത്രം പറഞ്ഞു കൊടുക്കലുമാണ് ആദ്യ ഭാഗം. വാഹനം പതിയെ അറഫയിലെത്തിയിരിക്കുന്നു. ഇതാണ് പരിശുദ്ധമായ അറഫയിലെ ബസ് പാർക്കിംഗ്. ഇതാണ് അറഫ മൈതാനം. മുന്നിൽ കാണുന്നതാണ് പരിശുദ്ധമായ ജബലുർ റഹ്മ. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്നാൽ അറഫയിൽ നിൽക്കലാണ്. അറഫയിൽ നിൽക്കാത്ത ഒരാൾക്കും ഹജ്ജിൻ്റെ കർമ്മം പൂർത്തിയാക്കാൻ കഴിയില്ല. മലമുകളിൽ കാണുന്ന ആ തൂണ് നിൽക്കുന്ന സ്ഥലത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. ദുൽഹിജ്ജ 9-നാണ് ഹാജിമാരൊക്കെ പരിശുദ്ധമായ അറഫയിൽ ഒരുമിച്ച് കൂടുന്നത്. ദുൽഹിജ്ജ 9 ളുഹ്ർ മുതൽ ദുൽഹിജ്ജ 10 സുബഹി വരെയാണ് അറഫയിൽ നിൽക്കേണ്ട സമയം. ഇപ്പോൾ കാലിയായി കിടക്കുന്ന ഇവിടം കുറച്ചു ദിവസങ്ങൾക്കു ശേഷം സൂചി കുത്താൻ പോലും ഇടമുണ്ടാവില്ല. അത്രയ്ക്ക് ജനനിബിഡമായിരിക്കും ഇവിടം. എന്തൊരു മനോഹരമായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ അല്ലേ? നമുക്കും ഇവിടെ കാണാൻ പടച്ചവൻ തൗഫീക്ക് നൽകട്ടെ. വാഹനത്തിനുള്ളിലൂടെ കാണുന്ന ആ ഒരു പള്ളിയാണ് പരിശുദ്ധമായ മസ്ജിദുൻ നമിറ. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന പള്ളി. പരിശുദ്ധമായ അറഫയിൽ നിന്നും വാഹനം മുസ്ദലിഫയിലേക്ക് യാത്ര തിരിച്ചു. മുസ്ദലിഫയിലേക്കുള്ള യാത്രാമധ്യേ വഴിയിലുള്ള മറ്റൊരു കാഴ്ചയാണിത്. ഐനു സുബൈദ, അതായത് ഹാറൂൺ റഷീദിൻ്റെ ഭാര്യയായ സുബൈദ എന്നവരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഖനാലാണിത്. പണ്ടുകാലത്ത് ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ദൂരെ നിന്നും കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഒരു ഖനാലാണിത്. ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി അതിവിടെ നിലനിൽക്കുന്നത് എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. വാഹനത്തിൻ്റെ ഇടതുഭാഗത്ത് കാണുന്നതാണ് സൗദി മെട്രോ. അറഫയിൽ നിന്ന് മിനയിലേക്കും മുസ്ദലിഫയിലേക്കുമൊക്കെ യാത്ര ചെയ്യാനുള്ള മെട്രോ സംവിധാനം. അറഫ മിനയിലെ മെട്രോ സംവിധാനം ഹാജിമാർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. പതിയെ വാഹനം മുസ്ദലിഫയിലെത്തിയിരിക്കുന്നു. അറഫയിൽ നിന്ന് പിന്നീട് മുസ്ദലിഫയിലേക്കാണ് ഹാജിമാർ യാത്ര പോകുന്നത്. ഇതാണ് മുസ്ദലിഫയിലെ പരിശുദ്ധമായ മസ്ജിദ് മശ്അരിൽ ഹറാം. മുസ്ദലിഫയിലെത്തിയ ഹാജിമാരൊക്കെ ഇവിടെ നിന്നാണ് നമസ്കരിക്കുക. വർഷത്തിൽ ഹജ്ജിൻ്റെ സമയത്ത് മാത്രമേ ഈ പള്ളികളൊക്കെ തുറക്കുകയുള്ളൂ. മുസ്ദലിഫയിൽ ഹാജിമാർക്ക് പ്രത്യേക തമ്പുകളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. കയ്യിൽ കരുതിയിട്ടുള്ള മുണ്ടുകളും തുണികളും വിരിച്ചാണ് ഇവിടെ വിശ്രമിക്കുന്നത്. 3 ജംറയിലും എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നത് പരിശുദ്ധമായ ഈ മുസ്ദലിഫയിൽ നിന്നാണ്. അതിനുള്ള കല്ലുകൾ അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. മുസ്ദലിഫയിൽ നിന്ന് പരിശുദ്ധമായ മിനയിലേക്കാണ് ഹാജിമാരുടെ അടുത്ത പ്രയാണം. ഇവിടെയാണ് ഹാജിമാർ 3 ദിവസത്തോളം താമസിക്കുന്നതും ജംറകളിൽ പോയി കല്ലെറിയുന്നതും. അറഫ മിന മെട്രോ സംവിധാനമാണ് മുകളിൽ കാണുന്ന ഈ തൂൺ സമുച്ചയം. മലമുകളിൽ കാണുന്ന ആ ചെറിയ ഒരു സ്തൂപം നിൽക്കുന്ന സ്ഥാനത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം. കൂണുകൾ പോലെ കാണുന്ന ഈ ടെൻറ്റുകൾ നിൽക്കുന്നതാണ് പരിശുദ്ധമായ മിന താഴ്വര. ഇബ്രാഹിം നബി, ഹാജറ ബീവി, മകൻ ഇസ്മായിൽ നബി ഇവരുടെ ജീവിതത്തിൻ്റെ ത്യാഗസ്മരണയാണ് പരിശുദ്ധമായ ഹജ്ജ്. പടച്ചവനെ, നിന്റെ പരിശുദ്ധമായ ഖജനാവ് ഞങ്ങളുടെ നേർക്കും നീ തുറക്കണമേ. വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ ഹജ്ജിനെത്താൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. എന്ത് മനോഹരമാണ്, എന്തൊരു ഗംഭീരമായിട്ടാണ് ഇവിടെയൊക്കെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. മലയാളികളായ ഞങ്ങളുടെ യാത്രക്കാർ ഇതൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് കല്ലെറിയുന്ന പരിശുദ്ധമായ 3 ജംറകൾ. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ, ഇങ്ങനെ 3 എണ്ണം.
ഈ കെട്ടിടത്തിനു മുകളിൽ കാണുന്ന വെള്ളക്കൂടാരത്തിനുള്ളിലാണ് ജംറകൾ നിലകൊള്ളുന്നത്. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം ഹാജിമാർക്ക് കല്ലെറിയാനുള്ള സൗകര്യങ്ങളാണ്. ഇവിടെ നിന്നാണ് കല്ലെറിയുന്നത്. ഓരോ തട്ടിലും ആളുകളുണ്ടാകും. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. മാഷാ അല്ലാഹ്. കാഴ്ചകൾക്കൊടുവിൽ വാഹനം പരിശുദ്ധമായ മീഖാത്തായ ജിറാനയിലേക്ക് യാത്ര തിരിച്ചു. മുന്നിൽ കാണുന്നതാണ് പരിശുദ്ധമായ ജബലുന്നൂർ, ഹിറ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. ജബലുന്നൂറിൻ്റെ ചരിത്രങ്ങളും പറഞ്ഞ് ഒടുവിൽ ജിറാനയിലെത്തി. ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്താണ് ഇനി പരിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. മക്കയിൽ വരുന്ന തീർത്ഥാടകരുടെ സ്ഥിരം മീഖാത്ത് കൂടിയാണ് മസ്ജിദ് ജിറാന. ചരിത്ര താളുകളിലെ ഒരു സ്ത്രീയുടെ പേരാണ് ജിറാന. ഈ സ്ത്രീയുടെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പള്ളിക്ക് മസ്ജിദ് ജിറാന എന്ന നാമകരണം ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ സൗകര്യത്തോടു കൂടിയാണ് ഈ പള്ളി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള പള്ളിയുടെ ഉൾവശം. ഇപ്പോൾ ഉംറയുടെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഹാജിമാരുടെ തിക്കും തിരക്കിനും ഒരു പരിധിയുണ്ട്. ഉംറയുടെ സീസണുകളിൽ മലയാളികളടക്കം 10,000-കണക്കിന് ഹാജിമാരാണ് ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നത്. ഹുനൈൻ യുദ്ധത്തിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളും കൂടി ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത ഒരു മീഖാത്ത് കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാം ചെയ്ത മീഖാത്തായത് കൊണ്ട് തന്നെ അതിൻ്റെതായ പവിത്രതയും ഈ പള്ളിക്കുണ്ട്. വിശാലമായ പാർക്കിംഗ് സംവിധാനമാണ് മസ്ജിദ് ജിറാനയുടെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ ഉംറയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കാലിയായി കിടക്കുകയാണ്. ദൂരെ നിന്നുള്ള ജിറാന പള്ളിയിലേക്കുള്ള ഒരു കാഴ്ച അതിമനോഹരമാണ്. നബി തങ്ങളുടെ അമാനുഷിക കഴിവിൻ്റെ ഭാഗമായി വെള്ളം നിറകളിച്ച ബിഅർ ജിറാന എന്ന പേരിൽ അറിയപ്പെടുന്ന കിണറും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇഹ്റാം ചെയ്യാൻ വരുന്ന ഓരോ ഹാജിമാർക്കും ഇവിടെ കുടിവെള്ളം ലഭ്യമാണ്.